അമേരിക്കയും നാറ്റോയിനെയും വിശ്വസിച്ച് വൻ ശക്തിയായ റഷ്യയോട് യുദ്ധത്തിന് പോയ യുക്രൈൻ ഇപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോവുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് വലിയൊരു തീക്കളിയാണെന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത്. അതെ, യുക്രൈനിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഷെർണോബിൽ ആണവ നിലയത്തിന് തൊട്ടടുത്ത് റഷ്യയുടെ ഡ്രോണുകൾ വന്നിറങ്ങിയിരിക്കുന്നു. റഷ്യൻ സേന അവരുടെ തനിനിറം പുറത്തെടുക്കുകയാണ്. ഷെർണോബിൽ ആണവ നിലയത്തിന് വെറും 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ആണവ ഇന്ധന സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് റഷ്യയുടെ ഷാഹീദ് ഡ്രോൺ കഴിഞ്ഞ ദിവസം കൃത്യമായ ആക്രമണം നടത്തിയത്. സംഭവം നടന്ന ഉടൻ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പതിവ് പോലെ റഷ്യക്കെതിരെ വലിയ നിലവിളിയുമായി രംഗത്ത് വന്നു. റഷ്യയുടേത് വളരെ നീചമായ ആക്രമണമാണെന്നും ലോകരാജ്യങ്ങൾ ഉടൻ ഇടപെടണമെന്നൊക്കെയാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിലെ യഥാർത്ഥ രാഷ്ട്രീയം മറ്റൊന്നാണ്. റഷ്യ ഒരു ആണവ ദുരന്തം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണത്തിൽ ഒരു തുള്ളി റേഡിയേഷൻ പോലും പുറത്തു വന്നിട്ടില്ല എന്നതാണ്. കാരണം ആക്രമണം നടന്ന സമയത്ത് ആ കെട്ടിടത്തിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നില്ല. ഒരു ആണവ ദുരന്തം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല റഷ്യയുടെ ലക്ഷ്യം. മറിച്ച് തങ്ങൾ വിചാരിച്ചാൽ യുക്രൈന്റെ ഏത് അതീവ സുരക്ഷാ കേന്ദ്രവും തകർക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന അളന്നുമുറിച്ചുള്ള ഒരു സൈനിക സന്ദേശമാണ് അവർ ഇതിലൂടെ നൽകിയത്. സെലൻസ്കി തന്നെ പറയുന്ന കണക്കുകൾ കേട്ടാൽ ഞെട്ടും. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 88 മിസൈലുകളും 1800 ഗൈഡഡ് ബോംബുകളും 3250-ലധികം ഡ്രോണുകളുമാണ് റഷ്യ യുക്രൈന് നേരെ തൊടുത്തുവിട്ടത്. ഇവിടെയാണ് അമേരിക്കയുടെയും നാറ്റോയുടെയും കോടിക്കണക്കിന് ഡോളറുകളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആയുധങ്ങൾ നൽകി യുദ്ധം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇനി റഷ്യ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം അതീവ സുരക്ഷാ കേന്ദ്രങ്ങളായിരിക്കും എന്ന വലിയ മുന്നറിയിപ്പാണ് പുതിൻ നൽകുന്നത്. ചുരുക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന റഷ്യൻ കരടിയെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നത് വിനാശകരമായിട്ടുള്ള ഒരു തീക്കളിയാണ്. നാറ്റോയുടെ പിൻബലത്തിൽ റഷ്യയെ തോൽപ്പിക്കാമെന്നത് വെറും ഒരു പകൽക്കിനാവ് മാത്രമാണെന്ന് ഈ ഡ്രോൺ ആക്രമണം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പാശ്ചാത്യ രാജ്യങ്ങളുടെ താളത്തിന് തുള്ളാതെ സമാധാന ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഉക്രൈന് സങ്കല്പിക്കാൻ പോലുമാകാത്ത വലിയ വില നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.